everyone, welcome to the brand new episode of Pretty Girl, the ultimate trendsetter powered by Ramachandran Textiles. Hello everyone, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫാഷൻ സെഗ്മെന്റ് നമ്മൾ ഇവിടെ തുടങ്ങാനായി പോവാണ്. ഇന്നത്തെ ഈ ഒരു ഫാഷൻ സെഗ്മെന്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സാരികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുൻപൊക്കെ ഞാൻ ഡ്യൂപ്പിയോൺ സിൽക്ക് സാരീസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സെഗ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷനായ ഡ്യൂപ്പിയോൺ ഫാൻസി സാരീസ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്യൂപ്പിയോൺ ഫാൻസി സാരീസ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒരു 3000-4000 റേഞ്ചിൽ വരുന്ന സാരികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്കിങ്ങനെ ജസ്റ്റ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാം. പ്ലസ് ഭയങ്കര എലഗൻസ് തോന്നിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂപ്പിയോൺ സിൽക്ക് സാരീസാണ് ഇതൊക്കെ. അപ്പോൾ ഡ്യൂപ്പിയോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു ടൈപ്പ് ഓഫ് പട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഫാൻസി സാരീസ് വന്നാൽ ഫാൻസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഒരുപാട് സ്റ്റോൺ വർക്ക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്നാൽ ഒരു എലഗൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പട്ടിൽ തന്നെ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്ന സാരികളാണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു വളരെ ബ്രൈറ്റ് റെഡ് കളറിൽ വരുന്ന ഒരു ഡ്യൂപ്പിയോൺ ഫാൻസി സാരിയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് വലിയ ബോർഡർ ഒന്നും ഇല്ലാതെ ഗോൾഡും സിൽവറും മിക്സ് ആക്കി വരുന്ന ഒരു ചെറിയൊരു ബോർഡറും അതിലൊരു നമ്മുടെ ഒരു സൺഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ് ജസ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്ലവർ പാറ്റേൺ മാത്രമേ നമ്മൾ ഇതിനെ ഫാൻസി സാരി എന്ന് പറയാൻ തക്കവണ്ണം ഉള്ളൂ. പക്ഷേ എന്നാലും അതിലൊരു എലഗൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂപ്പിയോൺ ഫാൻസി സാരിയാണ്. ആൻഡ് ഇത് കോൺട്രാസ്റ്റിലാണ് എപ്പോഴും വരിക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു റെഡിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻഡിഗോ ബ്ലൂ ആണ്. ഇതാണ് നമ്മുടെ ബ്ലൂ കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ മുന്താണി പോർഷൻ ഇതാണ് വരിക, ഹാഫ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഫ്ലോട്ടിങ് ഇട്ടാലായിരിക്കും കൂടുതൽ ഭംഗി വരിക. നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബ്ലൗസാണ്. ഈ ഒരു റെഡിൻ്റെ കൂടെ ബ്ലൂ ബ്ലൗസാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു ബ്ലൂ കോൺട്രാസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഭംഗിയായിരിക്കും. ആൻഡ് ഇവിടെ നമ്മുടെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് മുന്താണി, കണ്ടില്ലേ സാരിയുടെ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വൺ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴാണ് ആ മുന്താണിയിൽ ആ ഒരു സിൽവർ വർക്ക് തന്നെയാണ് കൂടുതലും നമ്മൾ ബ്രൈറ്റായിട്ട് കാണുന്നത്. ആ സിൽവർ വർക്ക് തന്നെയാണ്. ബോർഡറിൽ ആ ഒരു ഗോൾഡും സിൽവറും മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്യൂപ്പിയോൺ ഫാൻസി സാരിയാണ്. ഓവർ വർക്ക് ഇല്ല. എല്ലാ ഏജ് ഗ്രൂപ്പ്സുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ഭയങ്കര യോജിക്കുന്ന രീതിയിലുള്ള സാരിയാണ്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് ഈ ഡ്യൂപ്പിയോൺ ഫാൻസി സാരീസ്. സിമ്പിളാണ് എന്നാൽ എലഗൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ റെഡ് കണ്ടു, ഇതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി കളേഴ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം. സോ അടുത്ത നമ്മുടെ ഫാൻസി സാരി ഡ്യൂപ്പിയോൺ സിൽക്ക് കളക്ഷനിൽ വരുന്നതാണ് നമ്മുടെ ഈ ഒരു മറൂൺ കളർ സാരി. മറൂൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്ച്വലി ഡ്യൂപ്പിയോണിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറൂൺ ആസ് സച്ച് മറൂൺ ആയിട്ടല്ല, അതിലൊരു ചെറിയൊരു ഡിഫറൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഡബിൾ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ ഡബിൾ ഷെയ്ഡുള്ള രീതിയിലാണ് നമ്മുടെ ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഇങ്ങനെയാണ്. ഈ ഒരു മറൂണും ഗോൾഡും തന്നെയാണ്. ആൻഡ് നമ്മുടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പച്ച കളറാണ്, ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ മുന്താണിയുടെ താഴ്വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൺ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന് ശരിക്കും ഭംഗിയെടുത്ത് കാണുക. ആൻഡ് നമ്മുടെ ഈ സാരിയുടെ ബ്ലൗസും നമ്മുടെ മുന്താണി പോലെ തന്നെ പച്ച കളറാണ്. പച്ച കളർ കോൺട്രാസ്റ്റ് ബ്ലൗസാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ തന്നെയാണ് ഭയങ്കര ട്രെൻഡി അല്ലേ. അപ്പോൾ ഈ ഒരു ബ്ലൗസും കൂടി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുമ്പോൾ ശരിക്കും ഇറ്റ് ആഡ്സ് ഓൺ, ഭയങ്കര ഒരു എലഗൻസ് ഫീൽ ചെയ്യും. മെറൂൺ
മെറൂൺ ആൻഡ് ഗ്രീൻ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും നമ്മൾ ഇത് ആക്ച്വലി മെറൂൺ എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. മെറൂണും ഒരു ഗ്രേപ്പിൻ്റെ കളറും കൂടി, ഗ്രേപ്പ് വൈൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. ടു ബി എക്സാക്റ്റ് എനിക്ക് തോന്നുന്നു ഗ്രേപ്പ് വൈൻ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ റെയറും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂപ്പിയോൺ ഫാൻസി സിൽക്ക് സാരി. ഈ ഒരു സാരിയുടെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു 3000 റേഞ്ചിൽ നിൽക്കുന്നതാണ്. 3640 ആണ് നമ്മുടെ ഈ ഡ്യൂപ്പിയോൺ ഫാൻസി സാരിയുടെ പ്രൈസ്. വെറൈറ്റി കളറാണ്, ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ല, നമ്മുടെ എന്താ പറയുക സിൽവർ ഗോൾഡ് മിക്സ് വരുന്നൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഗ്രേ എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര ഒരു ഷൈനിങ് വരുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണിത്. അപ്പോൾ ഇതിനും ഒരു ഡ്യൂപ്പിയോൺ സാരീസിലൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡബിൾ ഷെയ്ഡ് ഫീലുള്ളൊരു സാരിയാണിത്. അപ്പോൾ ഇതിൻ്റെയും മുന്താണി പ്ലെയിൻ ആണ്, ബോഡി കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ആ ഒരു മെറ്റീരിയൽ മാത്രം ജസ്റ്റ് റൺ ചെയ്ത് പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെയും കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. ഈ ടൈപ്പ് ഓഫ് സാരീസിൻ്റെ ഓൾമോസ്റ്റ് പിങ്ക് എല്ലാത്തിൻ്റെയും കൂടെ സ്യൂട്ട് ആവുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിങ്ക് ആയിട്ടാണിത് ഈ ഡ്യൂപ്പിയോൺ ഫാൻസി സാരീസ് എല്ലാം കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 3640 തന്നെയാണ് ഈ ഒരു സാരിയുടെയും പ്രൈസ്. ഈ ഒരു പിങ്ക് ബ്ലൗസ് ആൻഡ് ഇതാണ് നമ്മുടെ മുന്താണി സെയിം ഡിസൈൻ തന്നെയാണ്. ഏത് കളറാണോ ആ കളർ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ആണെന്ന് മാത്രം. അപ്പോൾ ഇതും ഭയങ്കര എലഗൻറ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഡാർക്ക് കളേഴ്സ് വേണ്ടാത്തവർക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകാം. അതുകൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡ് എടുത്ത് കാണിച്ചത്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഡ്യൂപ്പിയോൺ ഫാൻസി സിൽക്ക് സാരീസിൽ തന്നെ വരുന്നൊരു യെല്ലോ ഷെയ്ഡ് സാരിയാണ്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച പോലെ അത്യാവശ്യം ഒരു ബോർഡറൊക്കെ ഉള്ളൊരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ യെല്ലോയുടെ കൂടെയും പിങ്ക് ആണ്. ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കോമൺ ആയിട്ട് നിറഞ്ഞു നിന്ന കളറാണ് പിങ്ക് അല്ലേ. എല്ലാ സാരിയിലും പിങ്ക് ആയിട്ടായിരുന്നു കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ സാരിയിലും പിങ്ക് തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ റാണി പിങ്കോ അല്ലെങ്കിൽ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പിങ്കോ അല്ല, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കാണ്. നമ്മുടെ ഒരു ശരിക്കും പിങ്ക് കളർ, മജന്ത എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് നമ്മുടെ ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇതും പ്ലെയിൻ ആണ്, ബോർഡർ ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെ കാണിച്ചതിലൊന്നും ബോർഡർ ഇല്ലായിരുന്നു, ഇതിൽ ബോർഡർ ഉണ്ട്. പക്ഷേ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ ഈ സാരിയൊക്കെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാരികളൊക്കെ ഉപയോഗിച്ചാൽ ശരിക്കും നല്ലൊരു എലഗൻസ് ആയിരിക്കും. പട്ട് സാരി ഒന്നും അധികം ഉടുക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈ ഡ്യൂപ്പിയോൺ സിൽക്ക് ഫാൻസി സാരീസ് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ സാരിയുടെയും പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 3640 ആണ്. പ്രിറ്റി ഗേളിൻ്റെ ഇന്നത്തെ ഫാഷൻ സെഗ്മെൻറ്റ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ ഫാൻസി സാരീസ്, ഡ്യൂപ്പിയോൺ സാരീസിൽ തന്നെ സിൽക്ക് സാരീസിലെ ഫാൻസി സാരീസാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ കാണിച്ച കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ന്യൂ ഇയർ എല്ലാവർക്കും വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ സീ യു ഓൾ.